ഞാൻ ഉറപ്പ് പറയാം, LDC നിങ്ങൾക്ക് കിട്ടില്ല. 5 മുതൽ 10 വരെയുള്ള പുതിയ SCERT പാഠപുസ്തകങ്ങൾ PSCയുടെ സിലബസ് അനുസരിച്ച് നിങ്ങൾ പഠിച്ചില്ല എങ്കിൽ കിട്ടില്ല. അറിയുന്നത് മാത്രമേ ഉത്തരം എഴുതുള്ളൂ, ലോജിക്കൽ കറക്കി കുത്തൊന്നും ഞാൻ നടത്തില്ല എന്ന് നിങ്ങൾക്ക് വാശിയുണ്ടെങ്കിൽ കിട്ടില്ല. നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളും ചോദ്യ പാറ്റേണുകളും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ, ഒരിക്കൽ പഠിച്ച കാര്യങ്ങൾ പിന്നീട് നിങ്ങൾ റിവിഷൻ ചെയ്യുന്നില്ല എങ്കിൽ, അവിടെ നിന്നുള്ള ചോദ്യങ്ങളെ നിങ്ങൾ പരിശീലിക്കുന്നില്ല എങ്കിൽ, പരമാവധി മാതൃകാ പരീക്ഷകൾ എഴുതി വേഗതയും കൃത്യതയും നിങ്ങൾ ഉറപ്പുവരുത്തുന്നില്ല എങ്കിൽ, ആനുകാലികമൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടത് മാത്രം അവസാനം പഠിക്കാം എന്ന് വിചാരിച്ച് മാറ്റിവെക്കുകയാണെങ്കിൽ, LDCയെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ മാത്രം ഉണർന്നെണീറ്റ് കുറച്ച് ദിവസം മാത്രം പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അത് എത്ര വലിയ പഠനമാണെങ്കിലും കിട്ടില്ല. എളുപ്പമുള്ള GK വിഷയങ്ങൾ മാത്രം പഠിച്ച് മറ്റുള്ളവയെ പിന്നീട് പഠിക്കാം എന്നും കരുതി മാറ്റിവെച്ചിരിക്കുന്ന ഒരു മനസ്സാണ് നിങ്ങൾക്കെങ്കിൽ കിട്ടില്ല. പഴയ രീതിയിൽ എല്ലാ വിഷയങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ മാത്രം പഠിക്കുന്ന രീതി തന്നെ ഇനിയും തുടരാന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. ഇംഗ്ലീഷ്, കണക്ക്, മലയാളം എനിക്ക് നടക്കൂല എന്നും വിചാരിച്ച് മാറ്റിവെച്ചാൽ കിട്ടില്ല. ഇനി ഇതൊക്കെ പരിഹരിച്ച് മുന്നേറിയാലും നിങ്ങൾക്ക് ജോലി കിട്ടില്ല. കിട്ടുമോ ഇല്ലയോ എന്നുള്ള അർദ്ധ മനസ്സോടെയാണ് നിങ്ങളുടെ പഠനമെങ്കിൽ, പൂർണ്ണ മനസ്സോടെ ഇപ്പോൾ ഇറങ്ങിത്തിരിക്കാം. ജോലി നേടിയെടുത്തേ അടങ്ങൂ എന്നുള്ള ദൃഢനിശ്ചയത്തോടെ സ്ഥിരതയോടെ പഠിച്ചു മുന്നേറാം. നിങ്ങളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നവരുടെ മുന്നിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാം. നിങ്ങൾ LDCക്ക് ആഗ്രഹിക്കുന്ന, നേടാൻ ഉറപ്പിച്ച റാങ്ക് നിങ്ങൾ ഇവിടെ കമന്റ് ചെയ്യും. നിങ്ങളുടെ പേരും ജില്ലയും സഹിതം ഏത് റാങ്കിനുള്ളിൽ നിങ്ങൾ നേടും എന്നിവിടെ പറയടാ ധൈര്യപൂർവ്വം. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, എന്ത് പറയും എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നത് കൊണ്ടാണോ ഇത്രയും കഴിവുണ്ടായിട്ട് നിങ്ങൾ ഇതുവരെ ഒന്നും നേടാൻ കഴിയാതെ പോയത്? ഇത്തവണ നേടുമെന്ന് നമുക്കിവിടെ ഉറപ്പിക്കാം. ഇവിടെ ഇപ്പൊ തുടങ്ങാം നമുക്ക് പഠനം.